മലപ്പുറം വാഴക്കാട് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച വിദ്യാർത്ഥിനി കരാട്ടെ പരിശീലകനിൽ നിന്ന് നേരിട്ട ക്രൂരതകൾ തന്നോട് പറഞ്ഞിരുന്നുവെന്ന് എൻട്രൻസ് പരിശീലന കേന്ദ്രത്തിലെ അധ്യാപകൻ. പെൺകുട്ടി ആത്മഹത്യ ചെയ്യില്ലെന്നും മരണത്തിലെ ദുരൂഹത അന്വേഷിക്കണമെന്നും അധ്യാപകൻ ആവശ്യപ്പെട്ടു. പെൺകുട്ടി മരിച്ച മനോവിഷമത്തിൽ അധ്യാപകൻ എൻട്രൻസ് കോച്ചിംഗ് സെന്ററിൽ നിന്നും രാജിവെച്ചു. 17 വയസ്സുകാരിയെ ചാലിയാർ പുഴയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിന് പിന്നാലെ നിരവധി കാര്യങ്ങളാണ് അവരുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. എന്നോടൊപ്പം ആ പെൺകുട്ടിയെ എൻട്രൻസ് കോച്ചിംഗ് സെന്ററിൽ പഠിപ്പിച്ചിരുന്ന അധ്യാപകനാണ് ഉള്ളത്. നിങ്ങളുടെ വിദ്യാർത്ഥിനി ആയിരുന്നു, കുറെ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത്. എന്തൊക്കെയാണ്? ഈ കുട്ടി ഈ വർഷം മുതൽ ഞാൻ വർക്ക് ചെയ്യുന്ന സ്വകാര്യ സ്ഥാപനത്തിലെ എൻ്റെ വിദ്യാർത്ഥിയാണ്. വളരെ മിടുമിടുക്കിയായിട്ടുള്ള ഒരു വിദ്യാർത്ഥി. തുടക്കം മുതലേ കൂടുതലായിട്ട് നന്നായിട്ട് ആൻസർ പറയുകയും അതിനുവേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് മുന്നോട്ട് വരികയും വരുന്നൊരു കുട്ടി. ഒരു സെപ്റ്റംബർ പകുതിയോടുകൂടി കുട്ടിയിൽ ചില മാറ്റങ്ങൾ ക്ലാസ്സിൽ കൂടുതൽ ശ്രദ്ധിക്കാതെയാവുന്നു. കുട്ടി പെട്ടെന്ന് ക്ലാസ്സിൽ കെടുക്കുന്നു. അതേമാതിരി കുട്ടി കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുന്നു. കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു പാനിക് അറ്റാക്ക് പോലെ വരുന്നു. അപ്പോൾ ഞാനത് സ്വാഭാവികമായിട്ട് നമ്മുടെ മെൻറ്ററിനെ അവിടെ ചോദിച്ചു, എന്ത് പറ്റിയ കുട്ടിക്ക്? ആ കുട്ടിക്ക് വയ്യ എന്ന് പറയുന്നു, കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷെ ആ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആ കുട്ടിയുമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ക്ലാസ് കയറി നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് കുട്ടികൾ ഇങ്ങനെ ഒരു മാറ്റം നമ്മൾ കാണുന്ന സമയത്ത് ഇത് കൂടുതലായിട്ട് അന്വേഷിച്ചപ്പോൾ കുട്ടി എന്നോട് പറഞ്ഞത്, സാറേ എനിക്ക് പാനിക് അറ്റാക്കാണ്, എനിക്ക് പെട്ടെന്നൊരു പാനിക് പോലെ വരികയാണെന്ന് പറഞ്ഞു എന്ന് എന്നോട് പറഞ്ഞ കാര്യം അതാണ്. അതിനുശേഷം ഏകദേശം എനിക്ക് തോന്നുന്നു ഫെബ്രുവരി 6-ാം തീയതിയാണ് ഈ കുട്ടി എന്നോട് ആദ്യമായിട്ട് മുഴുവനായിട്ട് ഓപ്പൺ ആവുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു പെൺകുട്ടി ഒരു അധ്യാപകനോട് ഇത് പറയണമെങ്കിൽ, അത് വളരെയധികം ഓപ്പണായിട്ട് പറയണമെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ടൈം. ആ ഒരു ടൈം ഡ്യൂറേഷന് നമുക്കൊരു എൻട്രൻസ് അധ്യാപകനോടാണ് പറഞ്ഞുള്ളത്, ഒരു സ്കൂൾ അധ്യാപകനോടല്ല പറഞ്ഞിട്ടുള്ളത്. അവിടെ വെറും ക്ലാസ് മാത്രം കൊടുക്കുന്ന ഒരു അധ്യാപകനോട് വന്നിട്ട് എന്നോട് വന്ന് പറഞ്ഞത്, സാറേ എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇയാളുമായി ഉണ്ടായി. അത് എന്ത് ബുദ്ധിമുട്ടാണെന്നൊന്നും പറഞ്ഞില്ല. ഞാൻ ഉദ്ദേശിച്ച രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്ന് പറയുന്ന പോലെ ആ രീതിയിലാണ് ആദ്യം ചിന്തിച്ചത്. പക്ഷെ പിന്നീട് ഞാൻ ആ വീട്ടുകാരുമായിട്ട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത്, ഈ കുട്ടിക്ക് ഇയാളിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, സെക്ഷൽ അബ്യൂസ് സംഭവിച്ചിട്ടുണ്ട്. അത് കാരണമായിട്ടാണ് കുട്ടി പാനിക് അറ്റാക്ക് ആവുന്നതും ഇടയ്ക്കിടയ്ക്ക് ഒരു നെട്ടൽ പോലെയൊക്കെ കുട്ടിക്ക് വരുന്നതൊക്കെ എന്ന് മനസ്സിലായിട്ടുള്ളത്. ഉടനടി ചൈൽഡ് ലൈനിലെ റിപ്പോർട്ട് ചെയ്യേണ്ടതല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് എന്നോട് ചോദ്യം വരാം. ബട്ട് അത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, ഈ ഒരു കുട്ടി നമ്മളോട് പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ കുട്ടി ഒന്ന് മെൻ്റലി സ്റ്റേബിൾ ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യൂ, എനിക്ക് ഇത് താങ്ങുന്നത് വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ, എന്നിട്ട് വേണം എനിക്കിത് ലീഗലി മൂവ് ചെയ്യാൻ എന്നുള്ള രീതിയിലാണ് ഈ കുട്ടി നമ്മോട് പറഞ്ഞത്. മാത്രമല്ല ഈ കുട്ടിയുടെ സുഹൃത്തിൻ്റെ അച്ഛനാണ് ഈ പറയപ്പെടുന്ന കരാട്ടെ മാഷ്. ഈ കരാട്ടെ മാഷിൻ്റെ മകളെ ആലോചിച്ചിട്ട് പോലും ആ കുട്ടി എനിക്ക് അയച്ച വോയിസിൽ അതുണ്ട്. ആ കരാട്ട മാഷിൻ്റെ മകളെ ആലോചിച്ചിട്ട് ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു പേടി പോലും, ഇനി ദൈവം എന്നെ ശിക്ഷിക്കുമോ എന്നുള്ളൊരു പേടി പോലും ആ കുട്ടിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എന്തുണ്ടായി, ആ കുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് നാട്ടുകാർ പറയുന്നുവെങ്കിലും ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ പറയുന്നു, ആ കുട്ടി ഒരിക്കലും എന്ത് ചെയ്യില്ല, ആത്മഹത്യ ചെയ്യില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ അധ്യാപക ജീവിതം തുടങ്ങിയത് കുറച്ച് വർഷങ്ങളോളായി. നമ്മൾ പല കുട്ടികളെ കാണുന്നുണ്ട് ഇത്രയും സ്ട്രോങ് ആയിട്ട് ഇൻ്റലിജൻ്റ് ആയിട്ട് 2026 JEE എക്സാം വരികയാണെങ്കിൽ അതിൽ ഫസ്റ്റ് ടൈമിൽ തന്നെ IIT ക്രാക്ക് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു കുഞ്ഞ്, ആ കുഞ്ഞൊരിക്കലും ഞാൻ ദൃഢമായിട്ട് മുന്നോട്ട് വരും എന്ന് നമ്മളോടൊക്കെ വളരെ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു കുഞ്ഞ് ഒരു പൊട്ട നിമിഷത്തിൽ പോലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കില്ല എന്നും, വളരെ സ്പിരിച്വലായിട്ട് വളരെ ദൈവവിശ്വാസമുള്ള ഒരു കുട്ടി ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇതിൻ്റെ പിന്നിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, 2 പ്രാവശ്യം പോസ്കോ കേസിൽ അകത്തായ ഒരു പ്രതിയെയാണ് വീണ്ടും എന്ത് ചെയ്യുന്നുള്ളത്, അകത്താകുന്നത്. അതിൻ്റെ അർത്ഥം നമ്മുടെ ഇന്ത്യൻ നിയമത്തിൽ വന്നിട്ടുള്ള പാളിച്ചകളാവാം എന്ന് പോലും നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. 2 പ്രാവശ്യം പോസ്കോ കേസിൽ വന്നു, അതിൽ 2 പ്രാവശ്യം അയാൾ രക്ഷപ്പെട്ടു. 3-ാമത്തെ പ്രാവശ്യമാണ് അദ്ദേഹം ഈ കുട്ടിയുടെ മരണത്തിന് എന്ത് ചെയ്തിട്ടുള്ളത്, ഇരയാക്കിയിട്ടുള്ളത്. അത് പുറത്തു കൊണ്ടുവരാൻ പറ്റാത്തതിലുള്ള ഒരു പ്രതിഷേധമാണ് എൻ്റെ ഈ ഓപ്പൺ ആയിട്ടുള്ള ഈ സംസാരം പോലും. അപ്പോൾ എന്തുകൊണ്ട് ഇത് മുന്നേ പറഞ്ഞില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കുട്ടിക്ക് കൊടുത്ത വാക്കായിരുന്നു എനിക്ക് ഏറ്റവും വലിയ വാക്ക്. അതായത് ഈ കുട്ടി ആശങ്കപ്പെട്ടിരുന്നത് അവളുടെ സുഹൃത്തിൻ്റെ പിതാവാണ്, അതുകൊണ്ട് ഇനി ആ കുടുംബത്തിനും ആ കുട്ടിക്കും എന്തെങ്കിലും വരും, അതുകൊണ്ട് എനിക്ക് ഈ കേസ് കൊടുക്കാൻ കുറച്ച് സമയം വേണം എന്നാണ് പറഞ്ഞത്. അതെ, അത് തന്നെയാണ് പറഞ്ഞത്. കാരണം ഇപ്പം ഞാൻ എൻ്റെ സുഹൃത്തിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടാക്കരുത് എന്ന് പറയുന്നത് അത് ഏറ്റവും മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും അങ്ങേയറ്റാണ്.
ഇനിയൊരു കുട്ടിക്കും ഈ ലോകത്ത് ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നത് ഇനിയൊരു കുട്ടിക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത്. അതിനുവേണ്ടി ഏത് അറ്റം വരെ പോകാനും ഈ കേസിന് ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ആ കുടുംബത്തിൻ്റെ കൂടെ ഞാനെന്ന് പറയുന്ന ഈ വ്യക്തി ഉണ്ടാകുമെന്ന് പൂർണ്ണമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു പറയുന്നു. മലപ്പുറം വാഴക്കാട്ടെ പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് എൻട്രൻസ് കോച്ചിംഗ് സെന്ററിലെ അധ്യാപകന്റെ വെളിപ്പെടുത്തൽ വരുന്നത്. ആ കുട്ടി ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നാണ് ആ അധ്യാപകൻ എടുത്തു പറയുന്നത്. സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകിയത്.